ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ബേസിക് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐസിങ് മറ്റൊരു ദിവസം കാണിക്കാമെന്ന്. ആ ഒരു ഐസിങ് ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത് ഈ ഒരു കേക്ക് വെച്ചിട്ടാണ്. ഇത് 1 kg വെയിറ്റ് വരുന്ന കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബേസാണിത്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ മറ്റു കേക്ക് വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിപ്പിംഗ് ക്രീം ആദ്യം തന്നെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ആട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് മുന്നേ ചെയ്തുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത്. എന്നിട്ട് നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഈ ഷുഗർ സിറപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടെടുത്തുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് കൂടെ അതിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഷുഗർ സിറപ്പിന്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവറിലാവുമ്പോൾ ചെറിയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് ലെവലാക്കി എടുക്കുക. അങ്ങനെ 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. ഞാനിതിൻ്റെ പുറത്ത് മാത്രം ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമേ ആ ഒരു ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഉൾഭാഗത്തേക്കൊക്കെ കളർ ചേർക്കാതെയാണ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ക്രം കോട്ടിങ് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്രം കോട്ടിങ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിത് ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് നമുക്ക് മാറ്റി വെക്കാം. അതല്ല താഴ്ത്താന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് വെക്കാം കേട്ടോ. ഇനി ബാക്കി വരുന്ന ആ വിപ്പിംഗ് ക്രീമിലേക്ക് 1 ഡ്രോപ്പ് ബ്ലാക്ക് ജെൽ കളർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഡ്രോപ്പ് മതി കേട്ടോ, കൂടി പോവേണ്ട. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളറും കൂടെ 1 ഡ്രോപ്പ് ഗ്രീൻ കളർ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബീറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഫോൾഡ് ചെയ്തെടുത്തിട്ട് നോക്കുക അത് കറക്റ്റ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു കളറായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ 1 ഡ്രോപ്പ് കൂടെ ഗ്രീൻ കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 ഡ്രോപ്പ് ഗ്രീൻ കളറും 1 ഡ്രോപ്പ് ബ്ലാക്ക് കളറുമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഫോൾഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. എന്നിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസിങ് ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ കളർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ജെൽ കളർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം ലൂസായി പോവാതിരിക്കാനും അതിനൊക്കെ ജെൽ കളർ തന്നെയാണ് ബെറ്റർ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഒരു പാലൻ നൈഫും സ്ക്രാപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഐസിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഐസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡ് ഭാഗത്തുള്ളൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാട്ടോ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള കളർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോൾ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടവരുണ്ടാവും, കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു 3 കളറുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം എല്ലാം കൂടെ 3 പൈപ്പിംഗ് ബാഗിലായിട്ടായിരുന്നു ആ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 3 വിപ്പിംഗ് ക്രീമും കൂടി വേറൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തിട്ട് 3ഉം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് സ്റ്റാർ നോസിലും ഇട്ടിട്ട് അങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു 3 കളറും കൂടെ വരുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒരുമിച്ച് വരുമ്പോഴുള്ള ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് 3ഉം കൂടെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് സൈഡിലും സെൻറ്ററിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെറിയ ലീഫായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലീഫും വരച്ചെടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ ലീഫും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ കളർ, വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആക്കിയിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ലീഫ് കൂടെ വരച്ചാൽ നമ്മുടെ ഡെക്കറേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഐസിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കമൻറ്റിലൂടെ എനിക്കറിയാവുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്